ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ 9th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? ആനിമൽ കിങ്ഡത്തിൻ്റെ ഫൈലേഴ്സ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നോക്കി, 9 ഫൈലാസ് നോക്കി. അതിനകത്ത് അവസാനം എന്താണ്? കോഡേറ്റയുടെ സബ് ഫൈലംസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നോക്കി. കോഡേറ്റ, ഫൈലം കോഡേറ്റ, അനിമൽ കിങ്ഡത്തിലുള്ള ഫൈലം കോഡേറ്റയെ 3 സബ് ഫൈലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. യൂറോകോഡേറ്റ, സെഫലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. ഇനി നമ്മൾ ബാക്കിയുള്ളത് ഇന്ന് നമ്മൾ നോക്കുകയാണ്. ഇപ്പം എന്താണ് നമ്മൾ പറഞ്ഞു? ഇപ്പോൾ ഫൈലം കോഡേറ്റയെ 3 സബ് ഫൈലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പം എന്താണ് ഫൈലം കോഡേറ്റ? എന്താണ്? നോട്ടോകോഡുള്ള ഓർഗാനിസംസ് എല്ലാം വരുന്നതാണ് ഇവിടെ ഫൈലം കോഡേറ്റയിൽ. അതിൽ തന്നെ ഫൈലം കോഡേറ്റയിൽ വെർട്ടിബ്രയുള്ള നട്ടലുള്ള ജീവികൾ വരുന്നതാണ് ഇവിടെ. അതിൽ തന്നെ സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ വരുന്നത്. ഇപ്പം നോട്ടോകോഡുള്ള ഓർഗാനിസം ഫൈലം കോഡേറ്റയിൽ വരുന്നു. ആ ഫൈലം കോഡേറ്റയിൽ സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ എന്ത് വരുന്നു? വെർട്ടിബ്ര ഉള്ള ആനിമൽസ് വരുന്നു. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സബ് ഫൈലം വെർട്ടിബ്രേറ്റയുടെ ഫർദർ ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ്? ഇപ്പോൾ സബ് ഫൈലം വെർട്ടിബ്രേറ്റെ വീണ്ടും എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? സബ് ഫൈലം വെർട്ടിബ്രേറ്റെ 2 സൂപ്പർ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സബ് ഫൈലം വെർട്ടിബ്രേറ്റെ 2 സൂപ്പർ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സൂപ്പർ ക്ലാസ്സസ്? 1 സൂപ്പർ ക്ലാസ് പിസസ്, 2 ഏതാണ്? സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ഏതൊക്കെയാണ്? അപ്പോൾ നമ്മളെന്താണ്? സബ് ഫൈലം വെർട്ടിബ്രേറ്റെ 2 സൂപ്പർ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്താണ്? പിസസ്, രണ്ടാമത്തത് ടെട്രാപോഡ. സൂപ്പർ ക്ലാസ് പിസസ്, സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ഇതാണ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. 2 സൂപ്പർ ക്ലാസ്സുകൾ ഇതാണ്. ഇനി പിസസ് എന്ന ഡിവിഷൻ എങ്ങനെയാണ് വരുന്നത്? അവിടെ എന്താണ്? ഫിൻസ് ഉണ്ട്. പിസസിൽ എന്താണ്? ഫിൻസ് ഉള്ള ഓർഗാനിസം. സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ വരുന്ന ഫിൻസ് ഉള്ള ഓർഗാനിസംസ് വരുന്നതാണ് ഇവിടെ സൂപ്പർ ക്ലാസ് പിസസിൽ. മനസ്സിലായോ? സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ ഫിൻസ് ഉള്ള ഓർഗാനിസംസ് വരുന്നതാണ് സൂപ്പർ ക്ലാസ് പിസസിൽ. അപ്പൊ ടെട്രാപോഡയിലോ? ഹാവിങ് ലിംസ്, കൈ, കാല്, അങ്ങനെ പറയുന്ന ലിംസ് ഉള്ള ഓർഗാനിസംസ് വരുന്നതാണ് ഇവിടെ. ലിംസ് ഉള്ള ഓർഗാനിസംസ് വരുന്നതാണ് ഇവിടെ ടെട്രാപോഡയിൽ. സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ വരുന്നത് ലിംസ് ഉള്ള ഓർഗാനിസം ആണ്. അപ്പം നമ്മൾ എന്താ പഠിച്ചത്? ആദ്യം നമ്മൾ ഫൈലം കോഡേറ്റ പഠിച്ചു. ആ ഫൈലം കോഡേറ്റയിൽ തന്നെ നോട്ടോകോഡ് ഉള്ളത് കോഡേറ്റ, അതിൽ തന്നെ വെർട്ടിബ്രാസ് ഉള്ളതിന് സബ് ഫൈലം വെർട്ടിബ്രേറ്റ ആക്കി. ഇനി സബ് ഫൈലം വെർട്ടിബ്രേറ്റയെ 2 സൂപ്പർ ക്ലാസ്സുകളാക്കി. ഏതൊക്കെയാണ്? പിസസ് എന്നും ടെട്രാപോഡ എന്നും 2 സൂപ്പർ ക്ലാസ്സുകളാക്കി. എന്തിന്റെ ബേസിലാണ് 2 സൂപ്പർ ക്ലാസ്സുകളാക്കിയത്? ഒന്ന്, ഫിൻസ് പ്രസന്റ് ആണോ? അത് എവിടെ വരും? സൂപ്പർ ക്ലാസ് പിസസിൽ വരും. ലിംസ് ഉണ്ടോ? ലിംസ് ഉണ്ടെങ്കിൽ അത് എവിടെ വരും? അത് സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ വരും. ഇനി ഫർദർ ഈ സൂപ്പർ ക്ലാസിന്റെ ഫർദർ ഡിവിഷൻ ആണ് നോക്കുന്നത്. സൂപ്പർ ക്ലാസ് എന്താവും? സൂപ്പർ ക്ലാസിന്റെ ഡിവിഷൻ ആകുമ്പോൾ എന്താവും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. സൂപ്പർ ക്ലാസിന്റെ പിന്നുള്ള ഡിവിഷൻ ക്ലാസ്. അപ്പോൾ സൂപ്പർ ക്ലാസ് പിസസിനെ ഫർദർ എങ്ങനെ ഡിവൈഡ് ചെയ്താം? കോൺട്രിക്തിയസ് എന്നും ഓസ്റ്റിക്തിയസ് എന്നും 2 ആയിട്ട് ഡിവൈഡ് ചെയ്താം. എങ്ങനെയാണ്? കോൺട്രിക്തിയസ് എന്നും ഓസ്റ്റിക്തിയസ് എന്നും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സൂപ്പർ ക്ലാസ് പിസസ് അവിടെ എന്തുണ്ട്? ഫിൻസ് ഉണ്ട്. അവരെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. കോൺട്രിക്തിയസ് എന്നും ഓസ്റ്റിക്തിയസ് എന്നും. അപ്പം എന്താണ് ഈ ഫിൻസ് ഉള്ള പിസസിൽ വരുന്ന? എന്താണ്? ഫിഷസ് ആണ്, നമ്മുടെ മീനുകളാണ് ഈ സൂപ്പർ ക്ലാസ്സിൽ വരുന്നത്. പിസസ് എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിൽ വരുന്നത് മീനുകളാണ്. അപ്പോൾ സൂപ്പർ ക്ലാസ് മീനുകൾ വരുന്ന പിസസിലെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാ? ക്ലാസ് കോൺട്രിക്തിയസ് എന്നും ക്ലാസ് ഓസ്റ്റിക്തിയസ് എന്നും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഈ കോൺട്രിക്തിയസ് എന്താണ്? കാർട്ടിലേജിനസ് ഫിഷ് ആണ്. എന്താണ്? കാർട്ടിലേജിനസ് ഫിഷ്. കാർട്ടിലേജ്, അതിന് ബോണിന് പകരം കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഫിഷ്. അപ്പോൾ ഉദാഹരണമാണെങ്കിൽ എന്താണ്? ഷാർക്കിലെ സ്രാവിന് എന്താണ്? കാർട്ടിലേജിനസ് ബോൺസ് ആണുള്ളത്. അത് നമ്മൾ കഴിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അതിന് മുള്ള് കണ്ടിട്ടുള്ളവർക്കറിയാം. അവിടെ എന്താണ്? അത് കാർട്ടിലേജിനസ് ആണ്. അപ്പോൾ അത് ആ മീൻ എവിടെ വരും? ഷാർക്ക് എവിടെ വരും? കോൺട്രിക്തിയസിൽ വരും ഷാർക്ക്. ഇനി എന്താണ്? ഓസ്റ്റിക്തിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണി ഫിഷസ്. അവിടെ എന്താണ്? കാർട്ടിലേജ് അല്ല, അവിടെ ബോൺ തന്നെയാണ്. ബോണി ഫിഷസ് അവർ വരുന്നതാണ് എന്ത്? ഓസ്റ്റിക്തിയസിൽ വരുന്നതാണ് ബോണി ഫിഷസ്. എക്സാമ്പിൾ എന്താ? നമ്മൾക്ക് മത്തി, അയില അവയെല്ലാം എന്താണ്?
ബോണി ഫിഷിന് എക്സാമ്പിൾ ആണ്. സാർഡൈൻ, മാക്രൽ അവയെല്ലാം എവിടെ വരും? ഓസ്റ്റിക്തിയസിൽ വരും. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു സൂപ്പർ ക്ലാസ് പിസസിന് എങ്ങനെയാണ് പിസസ് വരുന്നത്? ഫിൻസ് ഉണ്ടോ അവരെവിടെ വരും? സൂപ്പർ ക്ലാസ് പിസസിൽ വരും. ആ സൂപ്പർ ക്ലാസ്സിന് പിസസിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. കോൺട്രിക്തിയസ് എന്നും ഓസ്റ്റിക്തിയസ് എന്നും. എന്തിന്റെ പ്രസൻസ് വെച്ചിട്ടാണ്? കാർട്ടിലേജ് ആണ് പ്രസന്റ് ആയിട്ടുള്ളെങ്കിൽ അത് കോൺട്രിക്തിയസ്, ബോണി ഫിഷസ് ആണെങ്കിൽ അത് എന്തിൽ വരും? ഓസ്റ്റിക്തിയസിൽ വരും. എക്സാമ്പിൾ ബോണി ഫിഷിന്റെ എക്സാമ്പിൾ സാർഡൈൻ, മാക്രൽ ഒക്കെ വരും. അതുപോലെ കോൺട്രിക്തിയസിന് എക്സാമ്പിൾ എന്താണ്? ഷാർക്ക്. അപ്പം പൊതുവായിട്ട് മീനുകൾക്കെല്ലാം എന്തുണ്ട്? അവർക്ക് എന്താണ്? സ്കെയിൽസ് ഉണ്ട് അല്ലേ? അവർക്കെല്ലാം അത് അവരുടെ ബോഡിയിൽ ചെതുമ്പൽ എന്ന് പറഞ്ഞിട്ട് സ്കെയിൽസ് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ സ്കെയിൽസ് ഉണ്ട്. പിന്നെന്താ? ഈ ഫിഷുകളുടെ എല്ലാം ഹാർട്ടിന് എത്ര ചേംബറാ ഉള്ളത്? 2 ചേംബറാണുള്ളത്. ഹാർട്ടിന് എത്ര ചേംബറാ ഉള്ളത്? 2 ചേംബേർഡ് ഹാർട്ടാണ്. എത്രയാണ്? 2 ചേംബേർഡ് ഹാർട്ടാണ് ഫിഷസിനുള്ളത്. പിന്നെന്താ? അവരെവിടാ താമസിക്കുന്നത്? ഫിഷുകൾ എവിടെയാണ് താമസിക്കുന്നത്? അവരുടെ ഹാബിറ്റാറ്റ് എവിടെയാണ്? വെള്ളത്തിലാണ് അല്ലേ? ഫിഷുകൾ വെള്ളത്തിലാണ്. ഇനി അവ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫിൻസിന്റെ ഹെൽപ്പോട് കൂടിയാണ് അവ മൂവ് ചെയ്യുന്നത് ഫിൻസിന്റെ ഹെൽപ്പോട് കൂടി. പിന്നെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഗിൽസ് ആയിരിക്കും. ഗിൽസ്. അപ്പൊ എന്താണ്? സൂപ്പർ ക്ലാസ് പിസസിനെ 2 ക്ലാസ്സുകളായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തു. കോൺട്രിക്തിയസും ഓസ്റ്റിക്തിയസും. ഇതിനകത്തുള്ള എല്ലാ ഫിഷസിനും എന്താണ്? സ്കെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? 2 ചേംബറുള്ള ഹാർട്ടാണ് ഉണ്ടാവുക. പിന്നെ വെള്ളത്തിലാണ് താമസം, ഹാബിറ്റാറ്റ് വാട്ടറിലാണ്. പിന്നെ മീൻസ് ഓഫ് ലോക്കോമോഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഫിൻസിന്റെ ഹെൽപ്പോട് കൂടി മൂവ് ചെയ്യുന്നു. ഗിൽസ് ഉപയോഗിച്ച് റെസ്പയർ ചെയ്യുന്നു. ഇത്രയാണ് എന്താ പിസസിലുള്ള മൊത്ത കാര്യങ്ങൾ. സൂപ്പർ ക്ലാസ് പിസസിൽ വരുന്ന ക്ലാസിഫിക്കേഷനും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ നോക്കി. അടുത്തത് ടെട്രാപോഡ. ടെട്രാപോഡയിൽ എന്താണ്? അവിടെ എന്താണ്? ലിംസ് ഉണ്ട് അല്ലേ? ലിംസ് ഉള്ള ഓർഗാനിസത്തിനെ എത്ര ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്? എത്ര ക്ലാസ്സുകളാ? സൂപ്പർ ക്ലാസ് ടെട്രാപോഡയെ 4 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ആംഫീബിയ, റെപ്റ്റൈൽസ്, പിന്നെന്താണ്? ഏവ്സ്, ബേർഡ്സ്, പിന്നെന്താണ്? മാമൽസ്, മമേലിയ. ഇങ്ങനെ 4 ക്ലാസ്സുകളായിട്ടാണ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ക്ലാസ് ടെട്രാപോഡ അതായത് ലിംസ് ഉള്ള ഓർഗാനിസം വരുന്നതാണ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ. ആ സൂപ്പർ ക്ലാസ് ടെട്രാപോഡയെ 4 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആംഫീബിയ, റെപ്റ്റൈൽസ്, ഏവ്സ്, മമേലിയ. ഇങ്ങനെ 4 ക്ലാസ്സുകളാണ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡയ്ക്കുള്ളത്. ഓരോന്നും നമ്മൾ നോക്കുകയാണ്. ആംഫീബിയൻസ് അതായത് ആംഫീബിയ ക്ലാസ്. ആംഫീബിയയിൽ വരുന്ന എന്താണ്? ആംഫീബിയൻസ് ആണ്. അവരെന്താണ്? അവരുടെ പ്രത്യേകത എന്താ? കരയിലും ജീവിക്കും, വെള്ളത്തിലും ജീവിക്കും. അങ്ങനെയുള്ള ജീവികൾ വരുന്നതാണ് ഇവിടെ ആംഫീബിയൻസിൽ. അപ്പോൾ ആംഫീബിയൻസിൽ എന്താണ്? അവരുടെ ലൈഫ് സൈക്കിള് കരയിലും വെള്ളത്തിലുമായിട്ടാണ് ജീവിച്ചു തീർക്കുന്നത്. അവർക്ക് എന്താ? ഇപ്പം തവളയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അതെന്താണ്? ഒരു വഴുവഴുപ്പുള്ള സ്കിന്നാണ്, സ്ലൈമി ആയിട്ടുള്ള സ്കിന്നാണ് അതിനുള്ളത്. പിന്നെ അവരെന്ത് ചെയ്യും? എഗ്സ് ലേ ചെയ്യും, മുട്ടയിടുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? വെള്ളത്തിലും കരയിലും വെള്ളത്തിലുമായിട്ട് അവരുടെ ലൈഫ് കംപ്ലീറ്റ് ചെയ്യും ആംഫീബിയൻസ്. അതുപോലെ എന്താണ്? അവർക്ക് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു വഴുവഴുപ്പുള്ള സ്കിന്ന് അവർക്കുണ്ടായിരിക്കും. എഗ്സ് ലേ ചെയ്യും, മുട്ടയിടുന്നവരാണ് അവർ. അവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്താണ്? ഇപ്പോൾ ഒരു ആംഫീബിയൻ കരയിലിരിക്കുകയാണെങ്കിൽ അവർ റെസ്പയർ ചെയ്യുന്ന നോർമലി അവരുടെ ലങ്സിലൂടെ ആയിരിക്കും. ലങ്സ് ആണ് അപ്പോൾ റെസ്പിറേറ്ററി ഓർഗൻ. അപ്പോൾ അവർ എന്താണ്? വാട്ടറിലായിരിക്കുമ്പോഴോ? ആംഫീബിയൻസ് വാട്ടറിലായിരിക്കുകയാണെങ്കിൽ സ്കിന്ന് വഴിയായിരിക്കും റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പോൾ ആംഫീബിയൻസ് 2 സ്ഥലത്തും ജീവിക്കുന്നത് കൊണ്ട് ലാൻഡിലാകുമ്പോൾ അവർ ലങ്സ് വഴിയും, വാട്ടറിലായിരിക്കുമ്പോൾ അവർ അവരുടെ സ്ലൈമി സ്കിന്ന് വഴിയും എന്ത് ചെയ്യും? റെസ്പയർ ചെയ്യും. ഇനി ആംഫീബിയൻസിന് എത്ര ചേംബേർഡ് ഹാർട്ടാണുള്ളതെന്ന് വെച്ചാൽ 3 ചേംബേർഡ് ആണ് അവരുടെ ഹാർട്ട്. 3 ചേംബേർഡ് ഹാർട്ടാണ് ആംഫീബിയൻസിനുള്ളത്. എക്സാമ്പിൾ എന്താ? എക്സാമ്പിൾ ഫ്രോഗ്, അതുപോലെ സലമാൻഡർ, ഇതൊക്കെയാണ് ആംഫീബിയൻസിന് എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ വരുന്ന ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ആംഫീബിയൻസ് നോക്കി. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു, മോയിസ്റ്റും സ്ലൈമി ആയിട്ടുള്ള സ്കിന്നുണ്ട്, എഗ്സ് ലേ ചെയ്യുന്നു, റെസ്പിറേറ്ററി ഓർഗൻ കരയിലായിരിക്കുമ്പോൾ ലങ്സ്, വാട്ടറിലായിരിക്കുമ്പോൾ മോയിസ്റ്റ് സ്കിന്ന്, ഹാർട്ടിൻ്റെ ചേംബേഴ്സ് 3 ചേംബേർഡ് ഹാർട്ടാണ് ഉള്ളത്. അടുത്ത എന്താണ്? റെപ്റ്റൈൽസ് നോക്കുകയാണ്. അടുത്ത ക്ലാസ് റെപ്റ്റൈൽസ് നോക്കുകയാണ്. ക്ലാസ് റെപ്റ്റൈൽസ് നോക്കുമ്പോൾ എന്താണ്? അവിടുത്തെ പ്രത്യേകത എന്താണ്? അവർക്ക് ഡ്രൈ സ്കിന്നാണ്. ക്ലാസ് റെപ്റ്റൈലെ നോക്കുമ്പോൾ ഡ്രൈ സ്കിന്നാണുള്ളത്. എന്താണ്? സ്കിന്ന് ഡ്രൈ ആണ്. പിന്നെന്താണ്?
സ്കെയിൽസ് പ്രസന്റ് ആണ്. പിന്നെ നെയിൽസ് ഉണ്ട്, അതിൽ പാമ്പൊഴിച്ച് ബാക്കി നമ്മൾ നോക്കുന്ന ലിസാർഡ് ആണെങ്കിലും ഓന്ത് ഇവർക്കൊക്കെ എന്താണ് നെയിൽസ് ഉണ്ട്, നഖങ്ങൾ പ്രസന്റ് ആണ് റെപ്റ്റൈൽസിന്, പാമ്പിന് ഒഴിച്ച്. ഇപ്പം എന്തൊക്കെയാ? ഡ്രൈ സ്കിൻ, സ്കെയിൽസ് ഉണ്ട്, നെയിൽസ് പ്രസന്റ് ആണ്. പിന്നെ റെസ്പയർ ചെയ്യുന്നത് എങ്ങനെയാ? ലങ്സ് വഴിയാണ് റെസ്പയർ ചെയ്യുന്നത്. പിന്നെ ഹാർട്ടിന്റെ ചേമ്പേഴ്സ് എത്രയാണ്? 3 ചേമ്പേഴ്സ് ആണ് ഹാർട്ടിനുള്ളത്. 3 ചേമ്പേർഡ് ആണ് ഹാർട്ട്, 3 ചേമ്പേർഡ് ആണ് ഹാർട്ട്. പിന്നെന്താണ്? റീപ്രൊഡക്റ്റീവ് മെത്തേഡ്, പല്ലി, പാമ്പ്, ഓന്ത് ഇവയൊക്കെ എങ്ങനെയാണ്? പല്ലിയും പാമ്പും ഒക്കെ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്? എഗ്ഗ് ലേ ചെയ്തിട്ടാണ്. അപ്പോൾ ഇവർ സാധാരണ എഗ്ഗ് ലേ ചെയ്താണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. റെപ്റ്റൈൽസിൽ സ്നേക്സും ലിസർട്സും ഒക്കെ വരുന്നത് ഇവിടെയാണ്. റെപ്റ്റൈലിയൽ ഡ്രൈ സ്കിൻ, സ്കെയിൽസ്, നെയിൽസ് ഓൺ ദ ഡിജിറ്റ്സ്, പിന്നെ ലങ്സ്, റെസ്പിറേറ്ററി ഓർഗൻ, ഹാർട്ട് ചേമ്പേഴ്സ് 3, റീപ്രൊഡക്റ്റീവ് മെത്തേഡ്, എഗ് ലേയിങ്. അടുത്തത് എന്താണ്? ഏവ്സ്. ഏവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് ഏവ്സിൽ എന്താ വരുന്നത്? അവിടെ വരുന്നത് പക്ഷികളാണ്. അപ്പൊ പക്ഷികളുടെ പ്രത്യേകത എന്താ? അവർക്ക് ദേഹം മുഴുവൻ എന്താണ്? ഫെദേഴ്സ് ഉണ്ടാകും, തൂവലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവരുടെ ബോഡി അല്ലെ. ബോഡി നിറയെ തൂവലുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? വിങ്സ് ഉണ്ടാകും, പറക്കാൻ ചിറകുകൾ ഉണ്ടാകും. അതുപോലെ അവരുടെ കയ്യിൽ എന്താ കാണുന്നത്? അവരുടെ കയ്യിൽ നഖം ഉണ്ടാകും. അവരുടെ ഡിജിറ്റ്സിൽ എന്താണ്? വിരലുകളിൽ എന്താണ്? ക്ലോസ് ഉണ്ടാകും, നല്ല കൂർത്ത നഖങ്ങൾ, ക്ലോസ് ഉണ്ടാകും ബേർഡ്സിന്. റെസ്പിറേറ്ററി ഓർഗൻസ് എന്താണ്? ലങ്സ് തന്നെയാണ്. ഹാർട്ട് ചേമ്പേഴ്സ് എത്രയാണ്? കിളികളിലാവുമ്പോൾ ഹാർട്ട് ചേമ്പേഴ്സ് 4 ചേമ്പേർഡ് ഹാർട്ടാണുള്ളത്. 4 ചേമ്പേഴ്സും ഉണ്ട്. റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്താണ്? റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എക്സ് ആണ്. ഇവിടെ എഗ് ലേ ചെയ്തിട്ടാണ് റീപ്രൊഡക്ഷൻ. അപ്പം എന്തൊക്കെയാ? ബേർഡ്സ് പറയുമ്പോൾ ഫെദേഴ്സ് ഉണ്ട്, വിങ്സ് ഉണ്ട്, അതുപോലെ ഡിജിറ്റ്സിൽ എന്തുണ്ട്? ഡിജിറ്റ്സിൽ ക്ലോസ് ഉണ്ട്, ഫെദേഴ്സ് തൂവലുകളുണ്ട്, ചിറകുകളുണ്ട്, ക്ലോസ് ഉണ്ട് പക്ഷികൾക്ക്. 4 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ടാണ് ആർക്കുള്ളത്? പക്ഷികൾക്ക് 4 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ട് ഉണ്ട്. അതുപോലെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്താണ്? എഗ് ലേ ചെയ്തിട്ടാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അടുത്തത് മമേലിയ. നമ്മൾ ഹ്യൂമൻസ് വരുന്ന ക്ലാസ് ആണ് ഇത്, ക്ലാസ് മമേലിയ. ഇവിടെ എന്താണ്? ബോഡി ഈസ് കവേർഡ് വിത്ത് ഹെയർ ഓർ ഫർ, നെയിൽസ് ഓൺ ഫിംഗേഴ്സ് ആൻഡ് ടോസ്, ലാക്ടേറ്റ്. എന്താണ്? ബോഡി എന്താണ്? ഹെയർ അല്ലെങ്കിൽ ഫർ കൊണ്ട് കവർ ചെയ്തിരിക്കും, രോമം കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ബോഡി ഉണ്ടാകും ആർക്ക്? ക്ലാസ് മമേലിയയിൽ വരുന്ന ഓർഗൻസിന്. ക്ലാസ് മമേലിയയിൽ വരുന്ന ഓർഗൻസിന് എന്തുണ്ടാകും? ബോഡിയിൽ ഹെയർ, രോമം കൊണ്ട് പൊതിഞ്ഞിരിക്കും, ഹെയർ ഓർ ഫർ ഉണ്ടാകും. പിന്നെന്താണ്? കയ്യിലും കാലിലും ഒക്കെ നമുക്ക് എന്തുണ്ട്? നഖമുണ്ട്. കയ്യിലും കാലിലും എന്തുണ്ടാകും? വിരലുകൾ. കൈവിരലുകളിലും കാൽവിരലുകളിലും എന്തുണ്ട്? നഖങ്ങളുണ്ട്. പിന്നെന്താണ്? മുലയൂട്ടുന്ന ജീവികളാണ്, ലാക്ടേറ്റ് ചെയ്യുന്ന, പാല്, ഓഫ് സ്പ്രിങ്സിന് പാല് കൊടുക്കുന്ന ജീവികളാണ് ഇത്, ക്ലാസ് മമേലിയയിൽ വരുന്ന ജീവികൾ. പിന്നെ ഇവിടെ റെസ്പിറേറ്ററി ഓർഗൻ എന്താ? ലങ്സ് തന്നെയാണ് ഇവിടെ റെസ്പിറേറ്ററി ഓർഗൻ. അതുപോലെ നമ്പർ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് എത്രയാ? 4 ചേമ്പേഴ്സ് ഉള്ള ഹാർട്ടാണ്. റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എങ്ങനെയാണ്? ഇവിടെ ഓർഗാനിസംസ് എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ, ഓഫ് സ്പ്രിങ്സിനെ എന്താണ്? പ്രസവിക്കുകയാണ് ചെയ്യുന്നത്, ഗിവ് ബർത്ത് ടു യങ് വൺസ്. അപ്പം എന്താണ്? ക്ലാസ് മമേലിയയിലെ പ്രത്യേകത എന്താണ്? ബോഡി ഹെയർ കൊണ്ടോ രോമം കൊണ്ടോ കവർ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ എന്താണ്? ഫിംഗേഴ്സിലും ടോസിലും ഒക്കെ നെയിൽസ് ഉണ്ടാകും, നഖങ്ങൾ പ്രസന്റ് ആണ്. പിന്നെന്താ? റെസ്പിറേറ്ററി ഓർഗൻ ലങ്സ് ആണ്. ഹാർട്ടിന്റെ ചേമ്പേഴ്സ് എത്രയാണ്? 4 ചേമ്പേർഡ് ഹാർട്ടാണ്. റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എങ്ങനെയാണ്? ഗിവ് ബർത്ത് ടു യങ് വൺസ്. നമ്മൾ ഹ്യൂമൻസ് ഒക്കെ വരുന്നത് മമേലിയയിലാണ്. ഹ്യൂമൻസ്, അതുപോലെ തന്നെ ഡോൾഫിനും ഒരു മാമലാണ്. പിന്നെന്താ? നമ്മൾ കാണുന്ന ക്യാറ്റ്, ഡോഗ്, കൗ, ഇതെല്ലാം വരുന്നത് മമേലിയയിലാണ്. അപ്പോൾ നമ്മൾ നോക്കിയത് എന്തൊക്കെയാ? സൂപ്പർ ക്ലാസ് പിസസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡയാണ് നമ്മൾ നോക്കിയത്. അത് ഫൈലം, സബ് ഫൈലം വെർട്ടിബ്രേറ്റയുടെ ഫർദർ ഡിവിഷനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സബ് ഫൈലം വെർട്ടിബ്രേറ്റയുടെ ഫർദർ ഡിവിഷൻ എന്തൊക്കെയായിരുന്നു? സബ് ഫൈലം വെർട്ടിബ്രേറ്റെ 2 സൂപ്പർ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തു, സൂപ്പർ ക്ലാസ് പിസസും സൂപ്പർ ക്ലാസ് ടെട്രാപോഡെ. അതിൻ്റെ ഫർദർ ഡിവിഷനും അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നോട്ട്സൊക്കെ നോക്കി ഈ പോർഷൻ ഒരു വട്ടം വായിച്ച് എല്ലാം വെക്കുക. അപ്പോൾ താങ്ക് യു.